ബിഗ് ബോസിലെ നൂറയുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ പ്രൊമോഷൻ ചെയ്യണതാണോ ആൾക്കാരെന്ന് എനിക്കറിയില്ല. വെറുതെ അവരുടെ വേറെ പ്രോഡക്റ്റ്സ് ഞാൻ ചുമ്മാ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചു നോക്കിയാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര റിവ്യൂ അല്ലാതെ ഞാൻ എനിക്കറിയില്ല അത് പ്രൊമോഷൻ ചെയ്യണമായിരിക്കും, കാശിന് വേണ്ടി ചെയ്യണമായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ജെന്യൂൻ റിവ്യൂ പറയാറില്ല കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എന്നെ കോമെന്റ് ചെയ്ത ഒരു കണ്ടന്റ് ആണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ലിപ്സ്റ്റിക് കളക്ഷൻസ് ആട്ടോ ചെയ്യാൻ പോണത്. അപ്പം ഇത് എൻ്റെ മേക്കപ്പ് സെറ്റിൽ അല്ലെങ്കിൽ മേക്കപ്പ് സ്റ്റോറേജിൽ ഉണ്ടായ ലിപ്സ്റ്റിക്സുകളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു ബാഗിലാണ്, ട്രാവൽ ബാഗിലാണ് ഇരിക്കുന്നത്. അപ്പം അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്രയും ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തായിരുന്നു. ഇതിലുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് വന്നത് മേബ്ലൈൻ മൈനലിംഗ് സൂപ്പർ സ്റ്റേയുടെ കളക്ഷൻസ് ഞാൻ ആദ്യം എടുക്കാം. എൻ്റെ ഇപ്പം 3 ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് ഞാൻ അവിടെ മാറ്റിയിട്ടു. കൂടുതൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് സീരീസ് ഞാൻ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പ്ലേലിസ്റ്റിലെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ചെക്കൗട്ട് ചെയ്യാം. ഇത് ഏതൊക്കെ ഷെയ്ഡാന്ന് പറയാം. ഇത് വന്നത് 50 പീച്ചി, ഇത് 62 റെസിസ്റ്റബിൾ ആൻഡ് 10 ലിപ്പ്. ഈ 3 ഷെയ്ഡാണ് ഞാൻ ആദ്യം പിന്നെയും യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിപ്പം ഇവിടെ ഇരിക്കുന്നത് എൻ്റെ മേക്കപ്പ് സ്റ്റോറേജിൽ. അപ്പം ഇത് നമുക്ക് നോക്കാം. പിന്നെ വന്നത് എനിക്കിഷ്ടമുള്ളതാട്ടോ, ലോറിയൽ പാരിസിൻ്റെ തന്നെ റോസ് ഷെയ്ഡ് 630 ഷെയ്ഡ്. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നത് എനിക്കൊരു ഇതിൽ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഷെയ്ഡുകളാണ് കേട്ടോ ഈ 2 ഷെയ്ഡ് വന്നത്. എനിക്ക് തോന്നാൻ പീച്ച് ആണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞത്. റെസിസ്റ്റബിൾ നിങ്ങൾ സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് 630 ഇതും. പിന്നെ ഇതെനിക്ക് നിങ്ങൾ തന്നെ എൻ്റെ ഏതോ ഒരു ഫോളോവേഴ്സ് സജസ്റ്റ് ചെയ്ത് 601 വർത്ത് ഇറ്റ് ആട്ടോ, ലോറിയൽ പാരിസിൻ്റെ. സോ ഇത് വന്നത് ലോറിയലിൻ്റെ ലിപ്പ് ഓയിലാട്ടോ. പിന്നെ വന്നത് ഇത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്. നൈക്കേന്നാന്ന് തോന്നുന്നത്, നാട്ടിലല്ലപ്പോൾ ഞാൻ വാങ്ങിച്ചേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര ഡ്രൈ ആക്കൂട്ടോ ലിപ്സ്. ചീപ്പാണ് ഇത്. ലൈക്ക് 99 റുപ്പീസ് എന്തോ. എനിക്ക് ഇപ്പോഴത്തെ റേറ്റ് ഒന്നും അറിയില്ല. നൈക്കിൽ സെയിലൊക്കെ നടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ മേബിളൈൻ്റെയൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് പിന്നെയും കൂടുതലാണ്. പക്ഷെ നാട്ടിൽ റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇത് വന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലിപ് ഗ്ലോസ് ആട്ടോ. ഇത് ഞാൻ ലിപ്സ്റ്റിക് സീരീസിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വന്നത് മറ്റേ ഏതാണ് ബിഗ് ബോസിലെ നൂറയുടെ ടിഷ്യൂ പേപ്പർ. ഇത് വന്നത് ബെനിഫിറ്റ് അല്ലേ, അതില 21 സമ്മർ ഫ്ലിങ് ലിപ്റ്റിൻ്റെ ആട്ടോ വന്നത്. ഇതെനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടോ. ആൻഡ് ഒരു 6 ml നിസ്സാരം ഇതേ ഉള്ളൂ. ഇത് ഞാൻ നിങ്ങളോട് പർച്ചേസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ നോയെ പറയുള്ളൂ. എനിക്ക് ഇഷ്ടമാണ് ഇവരുടെ ഇവരുടെ ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്ട്സും. പക്ഷേ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് ഇത്ര 6 ml വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല. പിന്നെ എന്നെ പോലെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കാം. നെക്സ്റ്റ് വന്നത് മാർസിൻ്റെ കുച്ചിപ്പൊടിയോ അങ്ങനത്തെ എന്തോ ഷെയ്ഡാണെന്ന് തോന്നിട്ട്. അതെ, ആ ഒരു ഷെയ്ഡാണ്. ആരോ എന്നോട് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഫോളോവേഴ്സ്. പിന്നെ വന്നത് ഒരു ഇതൊക്കെ ഇവിടുത്തെ ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ്. അത് ഞാനിങ്ങനെ ഷോപ്പിൽ പോകുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഷീറ്റ്സ് വാങ്ങിക്കണം. അങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഫെൻറ്റി ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ആണ്. നല്ല രസമാണ്, ഇഷ്ടം. പിന്നെ വന്നത് മാർസിൻ്റെ ഇതിൻ്റെ ഷെയ്ഡും മാജിക് പോപ്പ്. ഓക്കെ, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമ്മൾ നല്ല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് അത്ര ഇഷ്ടം. ഇത് നല്ല റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിനേക്കാളും നല്ല കുറച്ച് കാശ് നിങ്ങൾ കൂട്ടാം. മേ ബി അത്രയും കാശ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റണവരുണ്ടാവും, പറ്റാത്തവരുണ്ടാവും. പറ്റാത്തവരോട് ഞാൻ പറയണം, കുറച്ച് കാശ് കൂട്ടി നല്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങിച്ചാൽ അത് വെർത്തായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഇതെനിക്കിപ്പം കറൻറ്റ് ഫേവറേറ്റ്. ഞാൻ ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. കെ ബ്യൂട്ടിയുടെ ഡ്രീമർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ നമ്മൾ ലിപ് ബാം ഒന്ന് യൂസ് ചെയ്യണം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇരിക്കും നമ്മുടെ ലിപ്സ്. ഇത് സാക്ക് വേസ്റ്റിൽ കൊണ്ട് കളഞ്ഞ് ഞാൻ 2ാമത് പർച്ചേസ് ചെയ്തതാണ്. വാങ്ങിച്ച് കളഞ്ഞാണ്. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പിന്നെയും വാങ്ങിച്ചിട്ടാണ്.
പിന്നെ ഇത് വന്നത് ബോബി ബ്രൗണിൻ്റെ ക്രാൻബെറി എന്ന് പറഞ്ഞ ക്രഷ്ഡ് ക്രാൻബെറി ഷെയ്ഡാണ്. ഇഷ്ടമാണ്. പിന്നെ വന്നത് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഈ ബ്ലോഗൊന്നും അത്ര ഭംഗിയിലൊന്നും എടുക്കാനും ഞാൻ വേറെ ഒരാളുടെ ബ്ലോഗൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ആ വീഡിയോ ചെയ്തതാട്ടോ ഞാൻ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സജഷൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. അപ്പോൾ അടുത്തത് വന്നത് റെവല്യൂഷൻ്റെ ലിപ് ഗ്ലോസ് ആട്ടോ. ഇതിന് ഇവിടെ ലൈക്ക് 5 pound അങ്ങനെയൊക്കെ എന്തോ ഉള്ളു. നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ നല്ല രസമാണ്. ഇത് ലിപ്സിൽ ഇടുമ്പോൾ നല്ല ഗ്ലോസ് ആണ്. ഈ ലിപ് ഗ്ലോസ് ഇഷ്ടപ്പെടണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ. ലിപ് ഗ്ലോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണം ഒരു സാധനം ഉണ്ട്, പൗട്ട് ബോംബ് എന്ന് പറഞ്ഞ ഇവിടുത്തെ. ഇതുള്ളവരാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ വന്നത് ലിക്സിൻ്റെ IV ലിപ് സെറം എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റിംഗ് ലിപ് സെറം. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. എനിക്കിങ്ങനെ കഷ്ടപ്പെടാൻ പറ്റുമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ അല്ലാതെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് വരും. പിന്നെ അത് ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അത്ര എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഇടാൻ പോവാം. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആയിട്ട് എനിക്കിഷ്ടം. ആൻഡ് നെക്സ്റ്റ് ആണത് ഇത് ഇവിടുത്തെ തന്നെ ബ്രാൻഡാണ് മിവ. ഞാൻ പറഞ്ഞില്ലേ, മിവയുടെ ബ്രാൻഡാണ്. ഇതെന്തിൻ്റെ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഡ്രഗ് സ്റ്റോർ എന്തെങ്കിലും ആയിരിക്കും ബ്രാൻഡ്. ഇവിടെ അറിയില്ല. ഇത് ഹൈഡ്ര ജ്യൂസ് ഷിമ്മർ, ഒരു ഷിമ്മർ ലിപ്സ്റ്റിക് ആണ് ഇത് വന്നത്. ബ്രാൻഡ് എനിക്ക് സത്യം അറിയില്ല. ഞാൻ ഇവിടുത്തെ ഏതോ സ്റ്റോറിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ ഷെയ്ഡ് വാങ്ങിക്കണം. ഇത് രണ്ടും മിയോയുടെ ആണ്. മിയോയുടെ ലിപ് പ്രോഡക്റ്റ് ഇവിടെ ഉള്ളവരാണ്, UK ഉള്ളവരാണ്. കാരണം ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ് മിയോ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ലിപ്സ്റ്റിക്കും ഇപ്പം ഐലൈനറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. വലിയ റേറ്റും ഇല്ല, കുറേ ഷെയ്ഡ്സ് ഉണ്ട്, നല്ല രസമാണ്. അങ്ങനത്തെ ഇത്. പിന്നെ വന്നത് കാറ്റ് റൈസ് എന്ന് പറഞ്ഞ് ഈ ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതും ഇവിടുത്തെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനില്ല. ബിക്കോസ് എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് നാട്ടിലുള്ളവരാണ്, കൊച്ചിയിൽ നിന്നൊക്കെയാണ്. ഞാൻ ഇവിടെ ഉള്ള പ്രോഡക്റ്റ്സ് പറയാം. പിന്നെ ഇത് ബെനീറ്റിൻ്റെ ചീക്കും ലിപ്റ്റിനും കൂടി വന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത് വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ റെവല്യൂഷൻ്റെ ഇന്ത്യയിൽ. ഇത് ഞാൻ ഈ ഇങ്ങനത്തെ കിട്ടണത് ഏതെങ്കിലും ഒരു ഇതിലേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ലിപ്പ് എന്ന് പറയുന്നത് ലിപ്സിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ ചീക്കും ലിപ്പും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എനിക്കത് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇത് ചീക്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കിത് മാറ്റാം. ഇതും റെവല്യൂഷൻ്റെ അങ്ങനെ തന്നെയാണ്. ചീക്ക് ആൻഡ് ലിപ്പ് ജെല്ലിയാണ്. പക്ഷെ ഞാനിത് ചീക്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ രണ്ട് പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ ലിപ്സിൽ യൂസ് ചെയ്യണം, ഒരിക്കലും ഞാൻ വേറെ ഫേസിൽ യൂസ് ചെയ്യാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയിട്ട് പോലും എനിക്കത് അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാളാട്ടോ. ഞാൻ ഇത് ചീക്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ വെച്ചതേ ഉള്ളൂ. പിന്നെ വന്നത് ലിപ് ബാം ആണ്. ഇത് ചാപ്സ്റ്റിക്കിൻ്റെ ഇത് ഒറിജിനലാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണമുണ്ട്, ചെറി എന്നാണ് തോന്നുന്നത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ അത് ഇവിടെയും ഇരിക്കുന്നുണ്ട്, എനിക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ചാപ്സ്റ്റിക്കിൽ. ഇത് വന്നത് ഡീകൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റനിങ് ലിപ് ബാം SPF ഒക്കെ ഉള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ എനിക്കിത് പറ്റണില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ആൻഡ് ഇത് വന്നത് നിവ്യയുടെ ഒരു ലിപ് ബാമാണ്. പിന്നെ നെക്സ്റ്റ് വന്നത് റെവല്യൂഷൻ്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ നെക്സ്റ്റ് വന്നത് ഇത് മാറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് പോലും ഏത് ഷെയ്ഡാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ തുറന്ന് പൊട്ടിക്കാം. ഇങ്ങനെ ഇരിക്കണ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്. ഞാൻ വേറെ ട്രൈ ചെയ്യണം. ഇത് ബ്രാൻഡ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇത് ജസ്റ്റ് ഇവിടുത്തെ ഡ്രഗ് സ്റ്റോർ ബ്രാൻഡായിരിക്കും. നെക്സ്റ്റ് വന്നത് മാർസിൻ്റെ ലിപ്സ്റ്റിക് ആയിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു പാലറ്റിൽ ഇവിടുത്തെ പ്രോഡക്റ്റ് മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്, ഈ ഒരു പാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനിതിപ്പം യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇത് കുറച്ച് നാളായി. ഞാൻ ലൈക്ക് 1 year ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണം. നാട്ടിലെ സംഭവങ്ങൾ നമുക്ക് പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല, നമ്മൾ നാട്ടിലല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണം. ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ലൈക്ക് 2 year എന്തോ ആയി ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്താ എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം. ആൻഡ് ഇത് നൈറ്റ് ബേ എന്ന് പറഞ്ഞാൽ
5-in-1 ലിപ്സ്റ്റിക് ആണ്. ഇതിലെ കളേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് ഭയങ്കര എനിക്കറിയില്ല ഈ പ്രൊമോഷൻ ചെയ്യണതാണോ ആൾക്കാരെന്ന് എനിക്കറിയില്ല. വെറുതെ അവരുടെ വേറെ പ്രോഡക്റ്റ്സ് ഞാൻ ചുമ്മാ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചു നോക്കിയാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര റിവ്യൂ അല്ലാതെ ചെയ്യണം. എനിക്കറിയില്ല അത് പ്രൊമോഷൻ ചെയ്യണമായിരിക്കും, കാശിന് വേണ്ടി ചെയ്യണമായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ജെന്യൂൻ റിവ്യൂ പറയാറില്ല കേട്ടോ. അപ്പം എനിക്ക് അവരുടെ പ്രോഡക്റ്റ് ഐലൈനർ ഇഷ്ടമായി, അല്ലാതെ വേറെ ലിപ്സ്റ്റിക്ക് ഇസ് ഓക്കെ, അല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് വരുന്നത് റെഡ് ആട്ടോ. ഇത് ലോറിയൽ പാരിസിൻ്റെ ആണ്. പിന്നെ വന്നത് ഷാർലറ്റ് ടിൽബറിയുടെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. പില്ലോ ടോപ്പ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത് അടിപൊളി ഷെയ്ഡാണ്. ആൻഡ് നമ്മൾ ലിപ്സ് അടിപൊളിയായിട്ട് വെക്കും. നമ്മൾ അതാ പൈസ കളഞ്ഞാൽ അതിനനുസരിച്ച് പൈസ സൂക്ഷിച്ച് വെച്ച് നമ്മൾ വാങ്ങിച്ചാൽ നല്ല ലിപ്സിന് നല്ലതായിരിക്കും. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് ചെയ്യും, നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും. എൻ്റെ ലിപ്സൊക്കെ അത്യാവശ്യം ഡ്രൈ ലിപ്സ് ആട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനാണ് നോക്കാറ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഞാൻ കറണ്ട് എപ്പോഴും യൂസ് ചെയ്യണ ലിപ് ബാമാണ്. ഓർഡിനറിയുടെ ലിപ് ബാം ഞാനിപ്പം നൈറ്റും മോർണിംഗും പറ്റുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കാര്യം ഇവിടെ വിൻ്ററാണ്. എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ ലിപ്സാണ്, അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു പ്ലംബിങ് ഓയിലാട്ടോ. ഇതിൻ്റെ വേറെ ഇതും എനിക്ക് ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. വേറെ വാങ്ങിച്ചതൊക്കെ രസം തോന്നിയിട്ട് ലിപ് ചേഞ്ച് ചെയ്യണം എന്തോ ലിപ്പ് ഓയിലാണോ കേട്ടോ. ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി ഇതേപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യൂ. ആൻഡ് ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അതിനൊക്കെ താങ്ക് യു. So bye.